ഹായ് നമസ്കാരം. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പൂക്കാട്ടുപടിയിലാണ്. 3.1 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീട്. ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 200 മീറ്ററാണ്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് ദൂരം. ആലുവയ്ക്ക് ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട്. മനോഹരമായിട്ടുള്ള എലവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കണ്ടംപററി ഡിസൈനും ട്രഡീഷണൽ ഡിസൈനും വരുന്ന എലവേഷനാണ് വരുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് വീട്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ അറിയാം, ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ടെറാക്കോട്ട ജാളികൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ സെൻറ്ററിലൊരു ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെ ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. മുകളിൽ എ ടൈപ്പ് സ്ട്രക്ചർ വരുന്നുണ്ട്. മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം മതിലിൽ നിന്ന് തുടങ്ങാം. ക്ലാഡിംഗ് ടൈലുകളാണ് ഈ മതിലിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, നല്ല ഭംഗിയുള്ള ക്ലാഡിംഗ് ടൈല് നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റ് നൽകിയിട്ടില്ല, ഫുള്ളായിട്ട് സ്ലൈഡ് ചെയ്ത് ഇവിടെ ഒന്ന് മുട്ടുന്ന രീതിയിലാണ് ഗേറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. മുറ്റത്തേക്ക് വരുമ്പോൾ കടപ്പ കല്ലുകളാണ് മുറ്റത്ത് നൽകിയിരിക്കുന്നത്. ഇടയിലായി സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ആ ഭിത്തിയിൽ കണ്ട ഒരു ക്ലാഡിംഗ് ടൈലുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് 2 വീലറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കിണർ വരുന്നത് ഇവിടെയാണ്. ഒരു നല്ലൊരു കിണർ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെറാക്കോട്ട ടൈലിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നു. ടെക്സ്ചർ വർക്ക് ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മെയിൻ ഡോറ് വരുന്നുണ്ട്. 2 പാളികളായിട്ടുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോർ, ഗ്ലാസിൻ്റെ പോർഷൻ ഇവിടെ വരുന്നുണ്ട്. മെയിൻ ഡോർ തുറന്ന അകത്തേക്ക് വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ലിവിങ് ഏരിയ. വളരെ മനോഹരമായിട്ടുള്ളതാണ് ലിവിങ് സ്പേസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ പുറകിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനലാണ് വരുന്നത്. ഇവിടെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. സെൻട്രൽ ഭാഗത്ത് TV വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. LED ലൈറ്റുകൾ ഇവിടെ ഉപയോഗിച്ച് ഈ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ക്യൂരിയോ ഷെൽഫുകളും വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പർഗോള ഡിസൈൻ നൽകിയിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇത് മുകളിൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ളൊരു ഫാനും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിന് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസിൻ്റെ ഭാഗം വരുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ചെറിയൊരു പ്ലാന്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ LED ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലൂവർ ഡിസൈൻ പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ, ഇവിടെ ഒരു പില്ലർ ടാപ്പ്, താഴെ വാനിറ്റി കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നമുക്ക് ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലാഡിംഗ് ടൈലുകൾ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചൺ വരുന്നത് ഇവിടെയാണ്. സെമി ഓപ്പൺ കൺസെപ്റ്റാണ് കിച്ചന് നൽകിയിരിക്കുന്നത്. ഫുൾ ഓപ്പൺ അല്ല, ഒരു പാർഷ്യലായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള കിച്ചൺ നൽകിയിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. വേറൊരു ടൈപ്പുള്ള നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കും ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. മുകളിലും താഴെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വിൻഡോ വരുന്നത്. ഈ ഭാഗത്തായിട്ടൊരു സിങ്കും നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആ ബെഡ്റൂമിലേക്ക്. ഇവിടെയാണ് ആ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ജനൽ വരുന്നുണ്ട്. ബാത്റൂം സ്പേസ് ഇവിടെയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് ഫൈബറിലാണ്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു ഗോൾഡൻ ഡിസൈൻ വരുന്ന രീതിയിലാണ്
വാൾ ടൈൽ വരുന്നത്. ഇവിടെ നമുക്ക് ഷവർ കൊടുത്തിട്ടുണ്ട്. കുറേ പരിപാടികൾ ഈ ഷവറിലുണ്ട്. ഇവിടെയാണ് ക്ലോസറ്റ് വരുന്നത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പ് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. സ്റ്റെപ്പിൻ്റെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. LED ലൈറ്റാണ് ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭിത്തിയിൽ ടെക്സ്ചർ വർക്ക്, സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിൽ പർഗോളകളും കൊടുത്തിരിക്കുന്നു. സ്റ്റെപ്പ് കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നമ്മൾ നേരത്തെ കണ്ട പർഗോള അവിടെയാണ്. മുകൾ ഭാഗത്തും ഒരു പർഗോള ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. മനോഹരമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുമെന്നറിയില്ല. ഇവിടെ മുകൾ ഭാഗത്ത് ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം. ഫർണിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ കോട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഹെഡർ ഇവിടെ കൊടുത്തിരിക്കുന്നു. 2 വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടൻ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കർട്ടൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. കുറച്ച് ഹൈറ്റ് കുറവുള്ള വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ. ഇവിടെയായിട്ടാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയുള്ള ഒരു ബാത്റൂം ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടൈലുകൾ ഗ്ലോസി ആണെന്ന് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. ഇനി 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഡോറിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നല്ല നീളത്തിലുള്ള വിശാലമായിട്ടുള്ള ബെഡ്റൂം. ഒരു പാളി ജനലാണ്, ഒരു 3 പാളി ജനലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഇത് നീളത്തിലുള്ള ഒരു ബാത്റൂമാണ്. അത്യാവശ്യം നല്ല ഭംഗിയിൽ ഒരു പ്രീമിയം ക്വാളിറ്റി നിലനിർത്തിയിരിക്കുന്ന ബാത്റൂമാണ് വരുന്നത്. ഇതിൻ്റെ ബാൽക്കണി ഇവിടെയാണ് വരുന്നത്. ഭംഗിയുള്ളൊരു ബാൽക്കണി. ഈ ഭിത്തിയിലെല്ലാം ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രൂ ഡിസൈനും കൊടുത്തിരിക്കുന്നു. ഇവിടെ റൗണ്ട് ഷേപ്പ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ടെറാക്കോട്ട ജാളികൾ കൊടുത്തിരിക്കുന്നു. ഹാൻഡ് റെയിൽ സ്ക്വയർ ട്യൂബിലാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഭംഗിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്തോ, അടച്ചേക്ക്. യൂട്ടിലിറ്റി സ്പേസ് കൂടി ഈ വീടിന് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. ഡ്രസ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ഗോവണി ഇവിടെ നൽകിയിട്ടുണ്ട്. 3.1 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 9 കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത്. നമുക്ക് ആലുവയിലേക്ക് വരുന്ന ദൂരം ഒരു 7 കിലോമീറ്റർ മാത്രമാണ്. ബസ് റൂട്ട് 200 മീറ്റർ ദൂരം വരുന്നുണ്ട്. വീടിൻ്റെ വില 65 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.